ദൃക്സാക്ഷി വിവരണത്തിലേക്ക്. വിവരണം നൽകുന്നവർ സർവശ്രീ വി ഗ്രിഗറി, ജോസഫ് ഇളംകുളം, ജോസഫ് ചേന്നാട്ടുശ്ശേരി, ജോളി എതിരേറ്റ്. എല്ലാ ശ്രോതാക്കൾക്കും കുട്ടനാടിൻ്റെ ഈ ആവേശത്തിലേക്ക് ഹാർദമായ സ്വാഗതം. പുന്നമടക്കായലിലെ നെഹ്റു പവലിയനിൽ നിന്നാണ് ഇപ്പോൾ ആകാശവാണിയുടെ ദൃക്സാക്ഷി വിവരണം നൽകുന്ന സംഘം നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ദൃക്സാക്ഷി വിവരണം നൽകുന്നതിലേക്കായി വി ഗ്രിഗറി. 61ാമത് ജലോത്സവത്തിൻ്റെ ദൃക്സാക്ഷി വിവരണം ആരംഭിക്കുകയാണ്. AIRൻ്റെ കമൻറ്റേറ്റേഴ്സായ വി ഗ്രിഗരി, ജോസഫ് ഇളംകുളം, ജോസഫ് ചേന്നാട്ടുശ്ശേരി, ജോളി എതിരേറ്റ് എന്നീ 4 പേരാണ് മാന്യ ശ്രോതാക്കൾക്ക് ഈ ദൃക്സാക്ഷി വിവരണം നൽകുന്നത്. ഇവിടെ ഒരു ജനമഹാസമുദ്രമാണ്. ആവേശം കൊണ്ട് തുടിക്കുന്ന തുഴച്ചിൽക്കാരുടെയും പങ്കായക്കാരുടെയും താളം പിടുത്തക്കാരുടെയും കാണികളുടെയും വിശിഷ്ടാതിഥികളുടെയും മോട്ടോർ ബോട്ടുകളിലെ പ്രഗത്ഭരായ ഡ്രൈവർമാരുടെയും ഒക്കെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ ഇവിടെ ഉണ്ട്. മാന്യ ശ്രോതാക്കളെ, ഇവിടെ ഒരു ജനമഹാസമുദ്രം എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ വള്ളംകളി പ്രേമികളുടെ ഒരു വലിയ സഞ്ചയമായി മാറിയിരിക്കുകയാണ്. കുട്ടനാടന് ബുദ്ധിമുട്ടുണ്ട്. 4 പ്രാവശ്യം വെള്ളം പൊങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 75,000-ഓളം മുതിർന്നവരും 15,000-ഓളം കുട്ടികളും ഒക്കെ ആയിട്ട് ഏതാണ്ട് 100,000-ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. 4 പ്രാവശ്യം വെള്ളം പൊങ്ങിയപ്പോൾ ഏതാണ്ട് 3,500-ഓളം ഹെക്ടറുകൾ മടവീഴ്. പ്രതികൂല സാഹചര്യമൊന്നും കുട്ടനാടിന് പ്രശ്നമല്ല, കൊല്ലംകാർക്ക് പ്രശ്നമല്ല, കോട്ടയംകാർക്ക് പ്രശ്നമല്ല, എറണാകുളംകാർക്ക് പ്രശ്നമല്ല, പത്തനംതിട്ടക്കാർക്ക് പ്രശ്നമല്ല. ഇപ്പോൾ ഈ വിശ്വപ്രസിദ്ധമായ നെഹ്റു ട്രോഫിയിൽ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലായിട്ട് 22 ചുണ്ടൻ വള്ളങ്ങളും അതോടൊപ്പം തന്നെ ഏതാണ്ട് 32ഓളം ചെറുവള്ളങ്ങളുമായിട്ട് 63 ജലരാജാക്കന്മാരും കൊച്ചു ജലരാജാക്കന്മാരും അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. മാസ്റ്റർ എന്ന് പറയുന്ന ലോകത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു അത്ഭുതകരമായ ദൃശ്യവിസ്മയത്തിന് വേണ്ടി ഇവിടെ ആ കരുത്തരായ തുഴച്ചിൽക്കാർ തയ്യാറായിരിക്കുകയാണ്. 22 ചുണ്ടൻ വള്ളങ്ങളുണ്ട്. 2,200 പേരോളം അങ്ങനെ നയമ്പും അടവങ്കായവും ഒക്കെ ചുടറ്റി അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണർ നിഖിൽ കുമാർ വള്ളംകളി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. മാസ്റ്റർ എന്ന് പറയുന്ന ഉജ്ജ്വലമായ കലാപ്രകടനത്തിന് വേണ്ടി അവർ തുഴകൾ പൊക്കിക്കഴിഞ്ഞു, അവർ ആരവം ഉയർത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു മാന്യശ്രോതാക്കൾ, ഇവിടെ സുന്ദരമായ ഒരു അന്തരീക്ഷമാണ്. മഴയെല്ലാം മാറി, മഴയെല്ലാം പോയല്ലോ, മാനം തെളിഞ്ഞല്ലോ, മലയൻ്റെ മാടത്ത പാട്ടുപാടി എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും പാട്ടുപാടുന്ന അതിമനോഹരമായൊരു ദൃശ്യമാണിവിടെ. ഓരോ ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്തുകയാണ്. ഓരോ ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്തുമ്പോഴും അവരുടെ വള്ളത്തിലെ ആ തുഴച്ചിക്കാർ ആ നയമ്പ് പോക്കി അങ്ങോട്ട് അന്തരീക്ഷത്തിലേക്ക് ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ ഇതുപോലൊരു ദൃശ്യം നമുക്ക് ലോകത്തും മറ്റൊരിടത്തും കാണാൻ കഴിയുകയില്ല. വെള്ളി വെയിൽ അങ്ങനെ ഉരുകി ഒലിച്ച് നിൽക്കുകയാണ്. ഈ ട്രാക്കുകളാണ് ഏറ്റവും മനോഹരം. ഒരൊറ്റ പോളയില്ല, ഒരൊറ്റ പായലില്ല. നല്ല കണ്ണുനീര് പോലെ കിടക്കുകയാണ്. വെള്ളം നല്ലപോലെ തിളച്ച് നിൽക്കുന്നതുകൊണ്ട് വള്ളപ്പിടുത്തമെന്നോ അല്ലെങ്കിൽ ഓളപ്പിടുത്തമെന്നോ വള്ളം പുറകോട്ട് പോകുമെന്നോ ഒരു പരാതിയുമില്ല. അങ്ങനെ തികച്ചും സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ ഏതാണ്ട് 2,200ഓളം തുഴച്ചിക്കാർ ഓരോ വള്ളത്തിൽ നിന്ന് 100 പേര് വീതം ആരവം ഉയർത്തുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ചുണ്ടൻ വള്ളംകളിയെക്കുറിച്ച് പറഞ്ഞല്ലോ. പ്രഗത്ഭരായ ചുണ്ടൻ വള്ളങ്ങൾ എന്ന് പറയുമ്പോൾ ജവഹർ തായങ്കരി, ചെറുതന ചുണ്ടൻ, വെള്ളം കുളങ്ങര, പൊളിങ്ങുന്ന ചുണ്ടൻ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, പായിപ്പാടൻ, ആനാരി, മഹാദേവൻ, അതോടൊപ്പം തന്നെ ഇല്ലിക്കളം, ചമ്പക്കുളം ചുണ്ടൻ, കരുവാറ്റ പുത്തൻ ചുണ്ടൻ, ദേവസ്, ഇങ്ങനെ പ്രഗത്ഭരായ വള്ളങ്ങളുടെ ആയാപറമ്പ്, പുത്തൻ ചുണ്ടന്, ശ്രീ ഗണേശന്, കരുവാറ്റ, കാരിച്ചാല്, അങ്ങനെ 22 പ്രഗത്ഭരായ ചുണ്ടൻ വള്ളങ്ങളും പണ്ട് കാലത്തെ പ്രഗത്ഭരായിരുന്ന ചുണ്ടൻ വള്ളങ്ങൾ വേഗത്തിന്റെ അടിസ്ഥാനത്തിൽ അല്പം പുറകോട്ട് പോയിട്ട് ബി ഗ്രേഡ് ആക്കിയ 6 വള്ളങ്ങളും അങ്ങനെ 22 ചുണ്ടൻ വള്ളങ്ങൾ ഈ നെഹ്റു ട്രോഫിക്കല്ലാതെ എവിടെയാ കാണുക? അപ്പോൾ 61ാമത് നെഹ്റു ട്രോഫി മത്സരം തികച്ചും പ്രകമ്പനം സൃഷ്ടിക്കുന്ന മത്സരമായിരിക്കണം, യാതൊരു സംശയവുമില്ല. അങ്ങനെ 1952 ഡിസംബർ 22-ാം തീയതി കേരള സന്ദർശനാർത്ഥം കോട്ടയത്തെത്തിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ആലപ്പുഴയിലെ പ്രമുഖരായ ജലപ്രേമികൾ മോട്ടോർ വാഹനങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ചുകൊണ്ട് വന്ന് വേമ്പനാട്ട് കായലിൽ നിന്ന് പുന്നമട കായലിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കളിവള്ളങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ രാജകീയമായ ഒരു വരവേൽപ്പ് നൽകിയ കാര്യം ഞങ്ങളെ കേൾക്കുന്ന വലിയച്ഛന്മാരും മുതിർന്നവരുമായ തുഴച്ചിൽക്കാർ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം. ഞങ്ങളൊന്ന് അയവിറക്കുകയാണ്. അങ്ങനെ മൺട്രോത്തുരുത്ത് മുതൽ വിളക്കുമാടം വരെയുള്ള ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം 9 ജലരാജാക്കന്മാരെ ഇന്നങ്ങനെ നിരത്തിയിട്ടുകൊണ്ട് മത്സരിപ്പിക്കുകയാണ് വിശ്വശില്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കണ്ട് ആനന്ദിക്കുവാൻ.
ബൈനക്കുലേഴ്സിലേക്ക് അദ്ദേഹം നോക്കി. 9 ജലരാജാക്കന്മാർ. മനുശ്രോതാക്കൾ ഏതൊക്കെയായിരുന്ന വള്ളങ്ങൾ? കുറേയൊക്കെ വള്ളങ്ങളുടെ പേരുകൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. നെൽസൺ ഉണ്ട്, ചമ്പക്കുളമുണ്ട്, കാവാലമുണ്ട്, നെപ്പോളിയൻ ഉണ്ട്, പാർസാരഥി ഉണ്ട്, നടുഭാഗമുണ്ട്, ഗിയർഗോസ് ഉണ്ട്, വലിയ ദിവാഞ്ചുണ്ട്. അങ്ങനെ 9 വള്ളങ്ങളാണ് വന്നത്. പക്ഷേ 9 വള്ളങ്ങളെയും പരാജയപ്പെടുത്തി നടുഭാഗം വള്ളം ഒരൊറ്റ വരവാണ്. ഇങ്ങനെ ചീറിപ്പാഞ്ഞൊരൊറ്റ വരവാണ്. നല്ല കട്ടിയുള്ള വള്ളം. അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് സാക്ഷിയായ ഒരു രവീന്ദ്രൻ സാർ ഇപ്പോഴും ഉണ്ട്, തിരുവാമ്പാടി സ്കൂളിന്റെ പ്രിൻസിപ്പാൾ. അദ്ദേഹത്തിന് 13 വയസ്സ്. അദ്ദേഹം വള്ളത്തിൽ ഇരിക്കുന്നു. അദ്ദേഹം പറയുന്നു, അമരത്തുനിന്ന് ഒരു 15 മട്ടാഞ്ചേരി തുഴ, അതായത് പണ്ടത്തെ വീതിയുള്ള മരത്തുഴയാ. ആ മട്ടാഞ്ചേരി തുഴണ്ട ഒരൊറ്റ പ്രകടനമാണ്. വള്ളം മുന്നോട്ടങ്ങ് ചാടിക്കയറി അരവള്ളപ്പാട് മുന്നേ വന്ന് ഫിനിഷ് ചെയ്തപ്പോൾ വിശ്വകലാപ്രേമിയായ പണ്ഡിറ്റ് ജവഹർലാൽ വള്ളത്തേക്ക് ചാടി അങ്ങ് കയറി ആവേശം കൊണ്ട്. നോക്കണേ, അതാണ് അതിന്റെ കല. കൂടെ തിരുവിതാംകൂർ ആഭ്യന്തരമന്ത്രി TM വർഗീസും കൂടെ ചാടി. എന്നിട്ട് നെഹ്റുവിനോട് പറഞ്ഞു, സാർ ബോട്ട് തയ്യാറായിട്ടുണ്ട്, വള്ളത്തെ ചാടരുത്, പ്രശ്നമാണ്. ഞാൻ അങ്ങനെ വീഴത്തും മറ്റുമില്ല എൻ്റെ വർഗീസ് എന്ന് പറഞ്ഞതായിട്ട് തുടച്ചിക്കാര് ഈ ദൃക്സാക്ഷി വിവരണക്കാരനോട് പറഞ്ഞപ്പോൾ ഇപ്പോഴും രോമാഞ്ചമണിയുകയാണ്. ഈ മത്സരത്തിൽ ജയിച്ച നടുഭാഗം വള്ളത്തിന് വയനാട് യാക്കോബ് മാപ്പിളയ്ക്ക് സംഘാടകർ സംഘടിപ്പിച്ച ഒരു ട്രോഫി കൊടുത്തിട്ട് ഡൽഹിക്ക് ചെന്ന നെഹ്റുജി ഇത് മറന്നില്ല. പ്രിയപ്പെട്ടവരെ, മറന്നില്ല. അദ്ദേഹം വെള്ളിയിൽ തീർത്ത ഒരു ചുണ്ടൻ വള്ളം അങ്ങനെ ഈട്ടിത്തടിയിൽ അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ആ ട്രോഫിയിൽ ഒരു എഴുത്തെഴുതി. ഏറ്റവും പ്രസിദ്ധമായ ഒരു കാവ്യവചനം എന്താ എഴുതിയെന്നറിയാമോ? തിരുവിതാംകൂർ കൊച്ചിയിലെ ജനതയുടെ സാമൂഹിക വിനോദത്തിന്റെ തനിമയായ, ജീവിതത്തിന്റെ തനിമയായ വള്ളംകളിയുടെ വിജയിക്ക് ആർക്കെഴുതാൻ കഴിയും? അതാണ് സാഹിത്യകാരൻ. അതായത് ഈ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അങ്ങനെ അത് കൊല്ലം പേഷ്കാരായിരുന്ന NB ചെല്ലപ്പൻ നായർ അയച്ചു കൊടുത്തു. 53-ൽ കളി നടന്നില്ല. 54-ൽ മീനപ്പള്ളി വട്ടക്കായലിൽ കൊണ്ടുപോയി കളി നടന്നു. പക്ഷെ എന്ത് പറ്റിയെന്നറിയാമോ? അന്ന് വലിയ കാറ്റും ബഹളവും ഒക്കെ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് 55-ലാണ് ഇന്ന് കാണുന്ന ഈ നെഹ്റു ട്രോഫി റേസിന്റെ ഈ മേഖലയിൽ വള്ളംകളി വന്നത്. 54-ൽ നെഹ്റുവിന്റെ കയ്യൊപ്പിട്ട് വാങ്ങിയ ട്രോഫി വാങ്ങിയത് കാവാലൻ ചുണ്ടന. 55-ൽ ജയിച്ചത് പാർത്ഥസാരഥി ചുണ്ടന. അങ്ങനെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പൊ പറയുമ്പോൾ ഓർക്കാം, കാവാലൻ നെപ്പോളിയൻ നടുഭാഗം. അന്നത്തെ കാലത്ത് ത്രിമൂർത്തികളാ. കാവാലൻ നെപ്പോളിയൻ അവരാ ജയിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഹാട്രിക് നേടിയ നെപ്പോളിയൻ. അപ്പോൾ ഇതെല്ലാം ചരിത്രമാണ്. ഈ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്നും ഇത് പിടിച്ചു നിൽക്കുന്നത് ആ വിശ്വശില്പിയുടെ ഒരു വരവാണ്. ആഘോഷപൂർവ്വം അങ്ങ് ജെട്ടിയിലേക്ക് തുഴഞ്ഞങ്ങ് കൊണ്ടുപോയി അങ്ങനെ അന്ന് ആരംഭിച്ച ആ വള്ളംകളി 61ാമത് വള്ളംകളിയായിട്ട് എത്തിയിരിക്കുകയാണ്. നെഹ്റു ട്രോഫി എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ അന്നത്തെ രൂപവും ഭാവവും മാറിപ്പോയി. അന്ന് ഒരുപാട് അങ്ങനെ വലിയ ചെലവൊന്നുമില്ല. ആവേശമായിരുന്നു. കരക്കാർ തുഴയുമായിരുന്നു, അവിടുത്തെ നാട്ടുകാർ തുഴയുമായിരുന്നു, കരകൾ തമ്മിലായിരുന്നു മത്സരവും ആവേശവും ഒക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്ലബ്ബുകളുണ്ട്, കരുത്തരായ യുവാക്കളുണ്ട്, പണ്ടത്തേക്കാൾ വേഗതയുണ്ട്. പണ്ട് ചുണ്ടൻ വള്ളത്തിൻ്റെ നീളത്തേക്കാൾ ഏതാണ്ട് 4-5 കോൽ നീളം കൂട്ടി, വണ്ണം കുറച്ചു, അങ്ങനെ തുടക്കാരുടെ എണ്ണം കൂടി. ഇത് പറയുമ്പോൾ തന്നെ മാസ്റ്റിൽ നടക്കാൻ പോവുകയാണ്. എന്താണെന്നറിയാം? മാസ്റ്റിൽ തുടങ്ങിക്കഴിഞ്ഞു, തുഴകൾ ഉയർത്തിക്കഴിഞ്ഞു, തുഴ വെള്ളത്തിലേക്ക് ഇട്ടു, സല്യൂട്ടടിച്ച് ആർപ്പ് വിളിക്കുകയാണ്. ഇതാ വീണ്ടും തുഴ വള്ളത്തെ കൊത്തി, ഇതാ പുറത്തേക്ക് വെടിച്ചു, വീണ്ടും വള്ളത്തെ കൊത്തി, വീണ്ടും ഇടത്തോട്ട് വെച്ചു, വീണ്ടും വള്ളത്തെ കൊത്തി, വീണ്ടും ഇതാ വെള്ളത്തിലിട്ടു. ഒരു പ്രാവശ്യം കഴിഞ്ഞ് 8 തവണയാണ്. 1 2 3 4 അങ്ങനെ 8 തവണ. അതങ്ങനെ വീണ്ടും സല്യൂട്ട് അടിക്കുന്നു, വീണ്ടും തുഴ മുന്നോട്ട് വരുന്നു, വീണ്ടും തുഴ പിടിച്ച് ആർപ്പ് വിളിക്കുന്നു, വീണ്ടും തുഴ വള്ളത്തെ കൊത്തുന്നു, വീണ്ടും തുഴ വെള്ളത്തിലിടുന്നു, ഇതാ വീണ്ടും തുഴ ഇടത്തേക്ക് വലിക്കുന്നു. അങ്ങനെ സുന്ദരമായ കാഴ്ച. അടനേമ്പ് പോക്കിക്കൊണ്ടുള്ള ഈ അജ്ര പ്രകടനം പണ്ട് വടക്കൻ അങ്കക്കളരിയിലെ ആ ചുഴലി അല്ലെങ്കിൽ ആ വാള് ചുഴറ്റി എറിയുന്ന പോലെ, അങ്ങനെ ഇതാ ഉറുമി വാള് ചുഴറ്റി എറിയുന്ന പോലെ ഇതാ തുഴ പൊക്കി പിടിച്ചിരിക്കുകയാണ്. അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നു, വീണ്ടും വള്ളത്തെ കൊണ്ടുവന്നു, വീണ്ടും ഇടത്തോട്ട് വെച്ചു, വീണ്ടും വള്ളത്തെ കൊണ്ടുവന്നു, വീണ്ടും വെള്ളത്തിലോട്ട് ഇട്ടു. ഇതാ ആർപ്പ് വിളിച്ച് ഇതാ മാസ്റ്റിൽ കഴിഞ്ഞിരിക്കുകയാണ്. വിശിഷ്ടാതിഥികളും എല്ലാവരും മാസ്റ്റിൽ കഴിഞ്ഞു. ഇതാ വള്ളങ്ങളെല്ലാം അങ്ങനെ പോവുകയാണ്. ഇനിയും ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഒരു പാട്ടാണ്. അങ്ങനെ തുഴഞ്ഞ് തല തിരിച്ചിട്ട് പോവുകയാണ് വള്ളം. ഇതാ ഇവിടെ അക്ഷരാർത്ഥത്തിൽ മത്സരത്തിന്റെ ആവേശത്തിന്റെ തരംഗം ഉണ്ടായി കഴിഞ്ഞു. ശേഷം ഭാഗം ദൃക്സാക്ഷി വിവരണത്തിന് ഞാൻ ജോസഫ് വെള്ളംകുളത്തിന് മൈക്ക് കൈമാറുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു പോകുമ്പോൾ ആറന്മുളയിലെ ഭക്തിപരിവേഷമായ സുന്ദരമായ പള്ളിയോടങ്ങൾ 4 പ്രധാന ഭവനിന് മുന്നിൽ വന്നുകൊണ്ടുണ്ട്. സുന്ദരമായ പ്രകൃതി മഴയൊക്കെ ഒന്ന് മാറി ഒന്ന് മാനം മൂടിക്കെട്ടി നിൽക്കുകയാണെങ്കിലും
ആവേശോജ്വലമായ ഒരു അന്തരീക്ഷം, കനത്ത വൃത്തവും ദേവി മഹാത്മ്യവും നൈഷനും ജമ്പും ഒക്കെ അവർ പാടി ഇതാ നമ്മുടെ VIP ഭവനിലും വള്ളംകളി പ്രേമികളിലും ഒക്കെ ഹൃദയത്തില് സന്തോഷം തുടിപ്പിക്കുന്ന, രോമാഞ്ചം തുടിപ്പിക്കുന്ന ഗാനശകലത്തിനായി അവരിതാ പവനിലോട് ചേർന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് കുട്ടനാടൻ പടവീരന്മാരായ 9 ജനരാജാക്കന്മാര് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നീങ്ങുന്ന അതിമനോഹരമായ ദൃശ്യമാണ്. സമാധാനത്തിന് ട്രാക്കുകളൊക്കെ ക്ലിയർ ആയിരിക്കുന്നു.